അപ്പോൾ ഗൈസ് നെക്സ്റ്റ് നമ്മൾ ഐസോമെറിസം ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഐസോമെറിസം എന്ന് വെച്ചാൽ എന്താണ്? അതെന്ന് വെച്ചാൽ ഒരു ഫിനോമിനാണ്. എന്ത് ഫിനോമിനാണ്? ഇറ്റ്സ് എ ഫിനോമിനൻ ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് ടു ഓർ മോർ കോമ്പൗണ്ട്സ് പൊസസിങ് ദ സെയിം മോളിക്കുലർ ഫോർമുല. അതാണ് പോയിന്റ്. ഇവരുടെ മോളിക്കുലർ ഫോർമുലാസ്, ഈ കോമ്പൗണ്ട്സിൻ്റെ എല്ലാം മോളിക്കുലർ ഫോർമുലാസ് സെയിം ആയിരിക്കും. ബട്ട് എവിടെ വ്യത്യാസം വരുന്നത്? പ്രോപ്പർട്ടീസിലാണ്. ഓക്കെ, അപ്പോൾ പല പ്രോപ്പർട്ടീസിലുള്ള സെയിം മോളിക്കുലർ ഫോർമുലയുള്ള രണ്ടോ രണ്ടിൽ കൂടുതലോ കോമ്പൗണ്ട്സോ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐസോമെറിസം എന്ന് വിളിക്കുന്നത്. ആ ഓരോ കോമ്പൗണ്ടിനെയും വിളിക്കുന്ന ഒരു പേരുണ്ട്. ആ ഓരോ കോമ്പൗണ്ടിനെയും വിളിക്കുന്ന പേരെന്താണ്? ഐസോമെർസ് എന്നാണ്. ഓക്കെ, ആ ഒരു ഫിനോമിനെ ഐസോമെറിസം എന്നും ആ ഓരോരോ കോമ്പൗണ്ട്സിനെ നമ്മൾ ഐസോമെർസ് എന്നാണ് വിളിക്കുന്നത്. ഈ ഐസോമെറിസം മെയിനായിട്ട് രണ്ട് ടൈപ്പാണ് ഉള്ളത്. അപ്പോൾ മെയിനായിട്ട് സ്ട്രക്ചറൽ ഐസോമെറിസം, സ്റ്റീരിയം ഐസോമെറിസം എന്നാണ് ഡിവിഷൻ വന്നിരിക്കുന്നത്. അത് പിന്നും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചറിന് വീണ്ടും 4 സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ചെയിൻ ഐസോമെറിസം, പൊസിഷൻ ഐസോമെറിസം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം ആൻഡ് ദെൻ കംസ് മെറ്റാമെറിസം. ഈ 4ആയിട്ട് വീണ്ടും സ്ട്രക്ചറൽ ഐസോമെറിസം സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റീരിയോ ഐസോമെറിസവും വീണ്ടും 2ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ജോമെട്രിക്കൽ ഐസോമെറിസവും ഒപ്റ്റിക്കൽ ഐസോമെറിസവും. കോമ്പൗണ്ട്സിൽ സെയിം മോളിക്കുലർ ഫോർമുലയും സ്ട്രക്ചേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ളവരെയാണ് നമ്മൾ ആ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ കേസിൽ എങ്ങനെയാണ്? സ്ട്രക്ചേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ ഐസോമെറിസത്തിൻ്റെ കേസ് വരുന്നത്. അതിൽ തന്നെ നമ്മൾ 4 വിഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ആൾറെഡി പറഞ്ഞല്ലോ. ഏതൊക്കെയായിരുന്നു? ചെയിനും പൊസിഷനും ഫങ്ഷണലും മെറ്റാമെറിസവും. ചെയിൻ ഐസോമെറിസത്തിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇവിടെ സാധാരണ സ്ഥിരം ഡയലോഗാണ്, മോളിക്കുലർ ഫോർമുല സെയിം തന്നെയാണ്. ബട്ട് ഈ കാർബൺ സ്കെലിറ്റനിൽ വ്യത്യാസം വരും. മീൻസ് മെയിൻ പാരന്റ് ചെയിനിൽ വ്യത്യാസം വരും. ഇവിടെ നോക്കിയേ, C5H12 എന്ന് പറഞ്ഞൊരു ഫോർമുല വെച്ചിട്ട് നമ്മൾ എഴുതിയേക്കുവാണ്. ഇത്രയും 5 കാർബണും 12 ഹൈഡ്രജനാണ് ഈ 3 എണ്ണത്തിലുള്ളത്. ഇത് 3 ഐസോമേഴ്സ് ആണ്. എന്ത് ഐസോമേഴ്സ് എന്ന് വെച്ചാൽ ചെയിൻ ഐസോമേഴ്സ്. കാരണം എന്താ? ഇവരുടെ എല്ലാം മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ഓക്കെ, അതറിയാം. നെക്സ്റ്റ് കാര്യം എന്താ? ഇവരുടെ എല്ലാം കാർബൺ സ്കെലറ്റൻ ഡിഫറെൻ്റ് ആണ്. ഇവിടെ നോക്കി, ഇവിടെ മെയിൻ പാരന്റ് ചെയിനിൽ 3 കാർബണാണ് ഉള്ളത്. ഇവിടെ നോക്കി 4, ഇവിടെ നോക്കി 5. സോ അവരുടെ മെയിൻ പാരന്റ് ചെയിനിൽ കാർബണിൻ്റെ എണ്ണം ഡിഫറെൻ്റ് ഉണ്ട്. സോ മെയിൻ കാർബൺ സ്കെലിറ്റൻ ഡിഫറെൻ്റ് ആണ്. സോ അങ്ങനെയുള്ള സെയിം മോളിക്കുലർ ഫോർമുല പൊസസ് ചെയ്യുന്ന ആ ഒരു ഫിനോമിന, ഓക്കെ, ആ ഒരു ഫിനോമിനെ നമ്മൾ എന്താ വിളിക്കുക? ചെയിൻ ഐസോമെറിസം എന്ന് വിളിക്കില്ല. ഇവർ 3 പേരും എന്താണ്? ചെയിൻ ഐസോമേഴ്സ് ആണ്. ഓക്കെ, ഇവർ 3 പേരും എന്താണ്? ചെയിൻ ഐസോമേഴ്സ് ആണ്. ഇവിടെയൊക്കെ എന്തോ കാർബൺ സ്കെലറ്റനിൽ വ്യത്യാസമുണ്ട്. ഇവിടെ 3 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 5 ആണ്. സോ കാർബൺ സ്കെലറ്റനിൽ ഇങ്ങനെ വ്യത്യാസം കാണിക്കുന്നുണ്ട്. സെയിം മോളിക്കുലർ ഫോർമുല ഉള്ളതുകൊണ്ട് നമ്മൾ ഇവരെ എന്തെന്ന് വിളിച്ചു? ചെയിൻ ഐസോമർ എന്ന പേരിട്ട് വിളിച്ചു. ഇനി പൊസിഷൻ ഐസോമേഴ്സിന്റെ കേസ് നോക്കിയേ. ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ ഈ സബ്സ്റ്റിറ്റ്യൂവന്റ് ആറ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ പൊസിഷനിലുള്ള ഡിഫറൻസ് അനുസരിച്ചാണ് ഏത് വരുന്നത്? പൊസിഷൻ ഐസോമേഴ്സ് വരുന്നത്. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്ന ആൽക്കഹോളിന്റെ കേസ് എടുത്തിട്ടാണ്. ഇവിടെ നോക്കിയാൽ രണ്ടിടത്ത് നോക്കിയാലും കാർബൺ സ്കെലറ്റൻ സെയിം തന്നെയാണ്. സോ ഇവർ ചെയിൻ ഐസോമേഴ്സ് അല്ല. പിന്നെ വന്നത് നമ്മൾ പൊസിഷൻ ഐസോമേഴ്സ്. എന്താ പറഞ്ഞത്? പൊസിഷൻ ഐസോമേഴ്സ് നമ്മൾ പറഞ്ഞു വെച്ചത് എന്താ? ഈ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഗ്രൂപ്പോ അല്ലെങ്കിൽ ഈ ഫങ്ഷണൽ ഗ്രൂപ്പോ ഇവരുടെയൊക്കെ പൊസിഷനിലുള്ള വ്യത്യാസം. മീൻസ് ഒരെണ്ണത്തിൽ ചിലപ്പോൾ അത് 2nd പൊസിഷനിലായിരിക്കും, വേറെണ്ണത്തിൽ 3rd പൊസിഷനിലായിരിക്കും. ബട്ട് മോളിക്കുലർ ഫോർമുല എല്ലാം സെയിം ആയിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പൊസിഷൻ ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്, അല്ലേ? സോ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു വയ്ക്കുന്നത്. ഇവിടെ OH ഗ്രൂപ്പാണ് ഉള്ളത്. ഇപ്പോൾ കാർബൺ സ്കെലറ്റൻ ഒക്കെ സെയിം തന്നെ. ഇവിടെ OH ഗ്രൂപ്പ് നോക്കിയേ, ഇവിടെ 1st പൊസിഷനിലാണ് OH ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. ബട്ട് ഇവിടെയോ 2nd പൊസിഷനിലാണ് OH ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. സോ ഇവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പായ OHന്റെ പൊസിഷൻ മാറിയേക്കുവാണ് രണ്ടെണ്ണത്തിൽ, അല്ലേ? സോ ഇവരെന്താണ്? പൊസിഷൻ ഐസോമേഴ്സ് ആണ്. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ് വരുമ്പോൾ നോക്കിക്കേ, ഇവിടെ പേര് പോലെ തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പിലാണ് ഡിഫറൻസ് വരുന്നത്. മോളിക്കുലർ ഫോർമുലയൊക്കെ സെയിം ആണ്, ബട്ട് ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഡിഫറൻസ് വരുവാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് ഏത് വെച്ചിട്ടാ? കീറ്റോണിന്റെയും ആൽഡിഹൈഡിന്റെയും കേസ് വെച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത്, അല്ലേ? സോ ഇവിടെ എങ്ങനെയാ? ഇവിടെ കീറ്റോൺ ഗ്രൂപ്പ്, ഓക്കെ, കീറ്റോൺ ഗ്രൂപ്പ് വന്നപ്പം CH3 ഈ സൈഡിലും CH3 വെച്ചിട്ട് വന്നു. ഈ ഒരു Hഉം കൂടെ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടു. അപ്പം ഇവിടെ ഈ ഒരു C ഡബിൾ ബോണ്ട് പോലെ ഒരു Hഉം കൂടെ എടുത്തു. അപ്പോൾ ഇവിടെ ഒരു CH2 ആയി. സോ എങ്ങനെയാ? C ഡബിൾ ബോണ്ട് H വന്നു. അപ്പോഴത്തേക്ക് അതെന്തോ C ഡബിൾ ബോണ്ട് H വരുമ്പോൾ അത് ഏതാണ്? ആൽഡിഹൈഡ് ഗ്രൂപ്പായി മാറി, അല്ലേ? സോ ഇവിടെ എന്തോ കീറ്റോണും ആൽഡിഹൈഡും അങ്ങനെ 2 ഫങ്ഷണൽ ഗ്രൂപ്പ് അയക്കുകയാണ് സെയിം മോളിക്കുലർ ഫോർമുല വെച്ചിട്ട് തന്നെ, അല്ലേ? മോളിക്കുലർ ഫോർമുല കേസ് ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇവിടെ കാർബണിൻ്റെ എങ്ങനെയാണ്? C3
H6 ഇതല്ലേ ഇതിന്റെ രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല. സോ അതിന് പ്രശ്നമൊന്നുമില്ല. ബട്ട് ഇവിടെ രണ്ട് ഫങ്ഷൻ ഗ്രൂപ്പ് വന്നേക്കോ, ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പും വന്നേക്കോ, വേറൊരു സ്ഥലത്തൊരു കീറ്റോണിന്റെ ഗ്രൂപ്പും വന്നേക്കോ അല്ലേ. സോ ഫങ്ഷൻ ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്. സോ ഇതെന്താണ്, ഇത് ഫങ്ഷൻ ഗ്രൂപ്പ് ഐസോമെറിസം ആണ്. ഇനി മെറ്റാമെറിസത്തിന്റെ കേസ് എങ്ങനെ വരുന്നത് നോക്കിയാലോ. ഇവിടെ എന്ന് വെച്ചാൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന് ചുറ്റുമുള്ള മീൻസ് അപ്പുറത്തും അപ്പുറത്തുമുള്ള ആൽറ്റേ ഗ്രൂപ്പിൽ വരുന്ന വ്യത്യാസമാണ് മെറ്റാമെറിസത്തിൽ വരുന്നത്. സോ ഇവിടെ എങ്ങനെയാ, ഇവിടെ ഈ ഒരു കേസിൽ നോക്കി, ഈ ഒരു കേസിൽ ഓയുടെ ഇപ്പുറത്ത് ഇവിടെ 3 കാർബൺ ആറ്റം, ഒരു 3 കാർബൺ ചെയിൻ, ഇവിടെ ഒരു കാർബണുള്ള ആൽക്കിൽ ചെയിൻ ആണ് അല്ലേ. ഇവിടെ 2, ഇവിടെ 2. ബട്ട് ഇതിന്റെ മോളിക്കുലർ ഫോർമുലാസ് സെയിം ആണ്. സോ ഇതിന്റെ രണ്ട് സൈഡിലും വരുന്നവർ തമ്മിലാണ് മാറിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഫിനോമിനയാണ് നമ്മൾ മെറ്റാമെറിസം എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു കേസിൽ ഇപ്പം ഇവിടെ ഈതറിന്റെ കേസ് കണ്ടു. ഇനി കീറ്റോണിന്റെ കേസിൽ നോക്കിയാൽ കീറ്റോണിന്റെ കേസിലും ഇങ്ങനെ തന്നെ ഇവിടെ 4 ചെയിൻ, ഇവിടെ ഒരെണ്ണം, ഇവിടെ 2 എണ്ണം, ഇവിടെ 3 എണ്ണം. മീൻസ് ഇവിടെ 2 എണ്ണം, 2 ഗ്രൂപ്പും ഡിഫറെന്റ് ആയിട്ട് വന്നേക്കുമല്ലേ. ഇനി വേറൊരു ഇതിലും കൂടെ ഇവിടെ ഇതിന് വേറൊരു എക്സാമ്പിളും കൂടെ വരാം. ഇങ്ങനെയും വരാം അല്ലേ. CH3 C ഡബിൾ ബോണ്ടോ CH2 ഇങ്ങനെ വന്നാലും കറക്റ്റ് തന്നെ അല്ലേ. നോക്കി ഇവിടെ മോളിക്കുലർ ഫോർമുല നോക്കിയേ, മോളിക്കുലർ ഫോർമുല നോക്കുമ്പോൾ അങ്ങനെ സെയിം സംഭവം തന്നെയല്ലേ ഇവിടെ വരുന്നത്. മോളിക്കുലർ ഫോർമുല സെയിം തന്നെയല്ലേ വരുന്നത്. ഇവിടെ എന്ത് ഡിഫറെൻ്റ് ആവുന്നത്, ഇവിടുത്തെ കാർബൺ ചെയിൻ വ്യത്യാസം വന്നു. ഈ CH2 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 CH3 അത് വേറൊരു രീതിയിലായി. ഇവിടെ CH2 CH, മുകളിൽ CH3, താഴെ CH3 എന്ന രീതിയിൽ വേറൊരു രീതിയിൽ വ്യത്യാസം വന്നു. സോ ഇതും വേറൊരു ഐസോമെറിസം ആണ്. എന്ത് ഐസോമെറിസം ആണ്, ഇവിടെ മെറ്റാമെറിസം തന്നെയാണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ മെറ്റാമെറിസം ഇത്രേ പറയുന്നുള്ളൂ, എന്താ ഒരു ഫങ്ഷൻ ഗ്രൂപ്പിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആൽക്കൈൽ ചെയിനിൽ വ്യത്യാസം വരണം എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ എല്ലായിടത്തും വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. ഇവിടെ 4, ഇവിടെ 1, അങ്ങനത്തെ ഒരു കേസിൽ 1, ഇവിടെ 2, 3 വരുന്ന അതും വേറൊരു സംഭവമല്ലേ, വേറൊരു കോമ്പൗണ്ട് തന്നെ അല്ലേ അല്ലേ. ഇവിടെ നോക്കി, ഇവിടെ നോക്കുമ്പോഴും എങ്ങനെയാണ്, ഇതിൽ വ്യത്യാസപ്പെടുത്തിയാണ് നമ്മൾ അടുത്ത കോമ്പൗണ്ട് എഴുതിയിരിക്കുന്നത് അല്ലേ. സോ ഇതൊക്കെ എന്താണ്, മെറ്റാമെറിസത്തിന് എക്സാമ്പിളാണ്. ഇനി സ്റ്റീരിയോ ഐസോമേഴ്സിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് എങ്ങനെയാ, അവരുടെ കോലൻ ബോൺസും സെക്കൻഡ്സും എല്ലാം സെയിം തന്നെയാണ്. ബട്ട് അതിന്റെ റിലേറ്റീവ് പൊസിഷൻ, അതും 3D സ്പേസിലുള്ള റിലേറ്റീവ് പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഡിഫറൻസ് ആണ് ഇവിടെ വരുന്നത് സ്റ്റീരിയോ ഐസോമേഴ്സിന്റെ കേസ് വരുന്നത്. അവിടെ സ്റ്റീരിയോ ഐസോമേഴ്സും വീണ്ടും 2 ക്ലാസ് ആയിട്ടുണ്ട് നമ്മൾ പറഞ്ഞു, ജോമെട്രിക്കലും ഒപ്റ്റിക്കലും. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ പഠിക്കേണ്ട, നമ്മളിത് പഠിക്കും. എവിടെ പഠിക്കും, നമ്മൾ സെക്കൻഡ് ഇയർ ടോപ്പിക്കായ ഹാലോ അൽക്കീൻസിൽ പഠിക്കും. ഹാലോ അൽക്കീൻസ് ആൻഡ് ഹാലോരീൻസ് ഉള്ള അവിടെ പഠിക്കും. സോ നമുക്ക് അതവിടെ പഠിക്കാം.